ഡോൺവെയിലിലെ സ്വർണം മുഴുവൻ വെൽമോറയിലേക്ക് കടത്താൻ അലാറിക് ഡസ്ക്വെയിൻ രാജാവിന് ഒരു ഭീമാകാരമായ കപ്പൽ ആവശ്യമായി വന്നു. ആ മലപോലെ കുമിഞ്ഞ സ്വർണ്ണക്കൂമ്പാരം മുഴുവൻ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അതുല്യമായ ഒരു കൂറ്റൻ ചരക്കുകപ്പൽ നിർമ്മിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ ഉത്തരവിട്ടു. അത് മറ്റെല്ലാ കപ്പലുകളെക്കാളും വലുതും കരുത്തും ഭീമാകാരവുമായിരുന്നു. കപ്പലിന്റെ താഴത്തെ തട്ടിൽ ലോഹത്തിന്റെ ബലമേറിയ വാതിലുകളുള്ള രഹസ്യ അറകൾ രൂപകൽപ്പന ചെയ്തു. നിധിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചവയായിരുന്നു ഓരോ അറയും. കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഇരുളാർന്നതും തണുപ്പുള്ളതുമായ നിലവറകൾ സ്വർണം സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജമാക്കി. ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനും അടിമകളുടെ കണ്ണീരിനും ഒടുവിൽ കപ്പലിന്റെ പണി പൂർത്തിയായി. ഡോൺവെയിലിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമെല്ലാം ആ വലിയ കപ്പലിലെ ഓരോ അറകളിലായി ക്രമാതീതമായി നിറച്ചു. മലപോലെ സ്വർണം കപ്പലിനുള്ളിലേക്ക് കയറ്റുന്ന അവിശ്വസനീയമായ ആ കാഴ്ച കണ്ടവരുടെയെല്ലാം കണ്ണുകൾ തള്ളിപ്പോയിരുന്നു. അടിമകളാക്കപ്പെട്ട ഡോൺവെയിലിലെ അസംഖ്യം ജനങ്ങളെ അവർ വന്ന 14 യുദ്ധക്കപ്പലുകളിലായി തിക്കിച്ചെറുക്കി കയറ്റി. ശ്വാസം മുട്ടിക്കുന്ന ആ തിരക്കിനുള്ളിൽ ആരും പരസ്പരം കണ്ടില്ല, സംസാരിച്ചില്ല. വാർദ്ധക്യം ബാധിച്ചവരെയും രോഗികളെയും ഇനി പണിയെടുക്കാൻ കഴിയാത്തവരെയും ആ മണ്ണിലുപേക്ഷിച്ച് മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ കപ്പലുകൾ ക്രൂരമായി യാത്ര തിരിച്ചത്. ഏറ്റവും പുറകിലായി ധനം പേറുന്ന കൂറ്റൻ ചരക്കുകപ്പൽ ഗാംഭീര്യത്തോടെ നീങ്ങി. ആ കപ്പലിൽ രാജാവായ അലാറിക് ഡസ്ക്വെയിനും ഏതാനും വിശ്വസ്തരായ പടയാളികളും സ്വർണം സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട 4 ദുർഭാഗ്യവാന്മാരായ അടിമകളുമടക്കം ആകെ 15 പേർ മാത്രമാണുണ്ടായിരുന്നത്. വെൽമോറായെ ലക്ഷ്യമാക്കി ആ സ്വർണ്ണപേടകം പതുക്കെ അത്യാഗ്രഹത്തിന്റെ ഭാരം പേറി കടലിലൂടെ നീങ്ങിത്തുടങ്ങി. ഡോൺവെയിലിൽ നിന്ന് യാത്രയാരംഭിച്ച് ഏകദേശം 2 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. 14 അടിമക്കപ്പലുകളും സ്വർണം കൊണ്ട് നിറഞ്ഞ ഭീമാകാരമായ രാജകീയ കപ്പലും ഉൾപ്പെടെ 15 കപ്പലുകളുടെ ഒരു നിര വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി. അടിമക്കപ്പലുകളിലെ ദുരിതം അതിരുകളില്ലാത്തതായിരുന്നു. വിശപ്പും ദാഹവും അവരെ നിഴൽ പോലെ പിന്തുടർന്നു. ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുള്ള ആ യാത്ര ആയിരക്കണക്കിന് മനുഷ്യരുടെ നെടുവീർപ്പുകൾ മാത്രം നിറഞ്ഞ ഭീകരമായി തുടർന്നു. അതേസമയം അലാറിക് ഡസ്ക്വെയിൻ രാജാവിന്റെ കപ്പൽ ആഡംബരത്തിന്റെയും കൗതുകത്തിന്റെയും കേന്ദ്രമായിരുന്നു. ഡോൺവെയിലിൽ നിന്ന് പിടിച്ചെടുത്ത അപൂർവവും പ്രത്യേകതകളുള്ളതുമായ ജീവികളെ പ്രത്യേക കൂടുകളിലായി കപ്പലിനുള്ളിലെ അറകളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു. യാത്രയുടെ 3-ാം ദിവസം സന്ധ്യയോടെ ആകാശത്തിന്റെ ഭാവം മാറിമറിഞ്ഞു. കറുത്ത മേഘങ്ങൾ ആഞ്ഞെത്തി കടൽ പ്രക്ഷുബ്ധമായി ശോഭിച്ച സമുദ്രം ഒരു ഭീകരമായ കൊടുങ്കാറ്റായി രൂപാന്തരപ്പെട്ടു. പർവ്വതങ്ങളോളം ഉയർന്നുവന്ന തിരമാലകൾ കപ്പലുകളെ ആഞ്ഞലച്ചു. കൊടുങ്കാറ്റിന്റെ അസാമാന്യമായ ശക്തിയിൽ അടിമകളുള്ള 14 കപ്പലുകളും ഒന്നിനു പുറകെ ഒന്നായി നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി. നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് അടിമകളും അവരെ കാത്തിരുന്ന അലാറിക് ഡസ്ക്വെയിനിന്റെ സൈനികരും ആർത്തിരമ്പുന്ന സമുദ്രത്തിൽ എന്നേക്കുമായി അപ്രത്യക്ഷരായി. എന്നാൽ ഏറ്റവും പുതിയതും ബലവത്തായ ഉരുക്കുചട്ടങ്ങളോടുകൂടിയതുമായ രാജകീയ കപ്പൽ മാത്രം ആ പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും പ്രഹരങ്ങളെ അതെങ്ങനെയോ അതിജീവിച്ചു മുന്നോട്ട് നീങ്ങി. 14 കപ്പലുകളും തന്റെ പടയാളികളും ആയിരക്കണക്കിന് അടിമകളും എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെങ്കിലും രാജാവിന് ഒരു തരിമ്പ് പോലും വിഷമമുണ്ടായിരുന്നില്ല. കാരണം സ്വർണം അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ചിന്ത. അങ്ങനെ 15 കപ്പലുകളുടെ ആ നാവികസേനയിൽ അലാറിക് ഡസ്ക്വെയിൻ രാജാവിന്റെ കപ്പൽ മാത്രം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടർന്നു.